ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് 10ാം ക്ലാസ്സിലെ പാഠഭാഗമാണ് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും. ബാങ്കിങ്ങും ബാങ്ക് ഇതര സ്ഥാപനങ്ങളെ പറ്റിയുമാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് RBI പറ്റിയാണ്. RBI പറ്റിയും അതുപോലെ RBIയുടെ ഫങ്ഷൻസുമാണ് പറയുന്നത്. നമുക്കറിയാം, ഈ ചിഹ്നം കാണുന്നത് നമ്മുടെ കറൻസി നോട്ടുകളിലാണ്. ഇത് റിസർവ് ബാങ്കിൻ്റെ ചിഹ്നമാണ്. ഇനി നമുക്ക് റിസർവ് ബാങ്കിനെ പറ്റി, ഭാരതീയ റിസർവ് ബാങ്കിനെ പറ്റി നോക്കാം. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്ക്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. ഇത് സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1935. അപ്പോൾ നമ്മുടെ കേന്ദ്ര ബാങ്കാണ് RBI. അതുപോലെ 1935 സ്ഥാപിതമായി. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈ ആണ്. ഇനി നമ്മൾ നോക്കുന്നത് RBIയുടെ ധർമ്മങ്ങളാണ്. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്നു, അതുപോലെ ബാങ്കുകളുടെ ബാങ്ക് എന്നും അറിയപ്പെടുന്നു. നമുക്കിനി ധർമ്മങ്ങൾ വിശദമായിട്ട് നോക്കാം. ആദ്യം നോക്കുന്നത് നോട്ട് അച്ചടിച്ചിറക്കലാണ്. എല്ലാ നോട്ടുകളും RBI ആണോ അച്ചടിച്ചിരിക്കുന്നത്? അല്ല, 1 രൂപയുടെ നോട്ട് ഒഴികെ ബാക്കി ഉള്ള നോട്ടുകളാണ് RBI അച്ചടിച്ചിറക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻ്റായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം 1 രൂപയുടെ നോട്ടും അതുപോലെ അനുബന്ധ നാണയങ്ങളും അടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. കേന്ദ്ര ധനകാര്യ വകുപ്പാണ് 1 രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളും അടിച്ചിറക്കുന്നത്. നോട്ട് അടിക്കുന്നതിന് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണ്യ ശേഖരമോ കരുതലായിട്ട് RBI സൂക്ഷിക്കും. RBIയുടെ അടുത്ത ധർമ്മമാണ് വായ്പ നിയന്ത്രിക്കൽ. RBI നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് വഴിയും അതുപോലെ വായ്പകൾ വഴിയുമാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ ലഭ്യത വർദ്ധിക്കുന്നത്. വായ്പയുടെ നിയന്ത്രണം റിസർവ് ബാങ്കിൻ്റെ ഒരു പ്രധാന ചുമതലയാണ്. പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് ഇത് സാധിക്കുന്നത്. പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ് കുറയും. പലിശ നിരക്ക് കുറയുമ്പോൾ വായ്പയുടെ അളവ് കൂടുന്നു. പ്രത്യേകം നോട്ട് ചെയ്തോണം. പലിശ നിരക്ക് കൂടുമ്പോൾ എന്താണ്? വായ്പയുടെ അളവ് കുറയും. രണ്ടും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പലിശ നിരക്ക് കുറയുമ്പോൾ വായ്പയുടെ അളവ് കൂടും. അടുത്തത് RBI എന്താണ്? സർക്കാരിൻ്റെ ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക എന്നത് റിസർവ് ബാങ്കിൻ്റെ ധർമ്മമാണ്. ഇതനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് വായ്പ നൽകുകയും മറ്റ് ബാങ്കിംഗ് സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നു. സർക്കാരുകൾക്കായിട്ട് ചെയ്യുന്ന ഈ സേവനങ്ങൾക്ക് യാതൊരു പ്രതിഫലവും വാങ്ങുന്നുമില്ല. ഇനി ബാങ്കുകളുടെ ബാങ്ക് എന്നാണ് RBI അറിയപ്പെടുന്നത്. എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ് റിസർവ് ബാങ്ക്. ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ബാങ്കുകൾക്ക് ഉപദേശം നൽകുകയും ചെയ്യുക എന്നത് RBIയുടെ ധർമ്മമാണ്. റിസർവ് ബാങ്ക് എല്ലാ ബാങ്കുകളുടെയും പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ അവസാന ആശ്രയമായിട്ട് പ്രവർത്തിക്കുന്നു. എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്കാണ് റിസർവ് ബാങ്ക്. രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും ചെയ്യുന്നത് റിസർവ് ബാങ്കാണ്. ഇനി ധനകാര്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെയാണ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെ എല്ലാം എന്താണ്? ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കാം. ധനകാര്യ സ്ഥാപനങ്ങളെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ബാങ്കുകളെന്നും അതുപോലെ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെന്നും. അപ്പോൾ ബാങ്കുകളുടെ കൂട്ടത്തിൽ പെടുന്നത് 4 രീതിയിലുള്ള 4 ടൈപ്പ് ബാങ്കുകളുണ്ട്. ഏതൊക്കെയാണ്? വാണിജ്യ ബാങ്കുകൾ, അതുപോലെ സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ. അങ്ങനെ 4 തരത്തിലുള്ള ബാങ്കുകളാണുള്ളത്. ഏതൊക്കെയാണ്? വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, അതുപോലെ സവിശേഷ ബാങ്കുകൾ. നമ്മളിത് എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് നോക്കും. ഇനി എന്താണ്? ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ബാങ്കിതര ധനകാര്യ കമ്പനികളുണ്ട്, അതുപോലെ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, അതുപോലെ ഇൻഷുറൻസ് കമ്പനികളൊക്കെ എന്താണ്? ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളാണ്. ഇനി നമ്മുടെ പ്രദേശത്ത് അടുത്തൊക്കെ എന്താണ്? ബാങ്കുകളുണ്ട് അല്ലേ? ഏതൊക്കെ ബാങ്കുകളാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, ഫെഡറൽ ബാങ്കുകളുണ്ട്, അതുപോലെ എന്താണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്.
അങ്ങനെ പല ബാങ്കുകളുണ്ട്. ആക്സിസ് ബാങ്ക്. പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ഭാരതീയ റിസർവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ള നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുക. അപ്പോൾ അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയിൽ നിന്ന് ബാങ്കുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. നിക്ഷേപ തുക പലിശയോടെ തിരികെ നൽകുന്നു. അതുപോലെ ബാങ്കുകളുടെ ധർമ്മത്തിൽപ്പെടുന്നതാണ് വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയ്ക്ക് വായ്പകൾ നൽകുന്നു. അതുപോലെ വായ്പ തുക പലിശയോടെ തിരികെ വാങ്ങുന്നു. നിക്ഷേപങ്ങൾ സ്വീകരിക്കുമ്പോൾ അവയ്ക്ക് പലിശ നൽകുന്നു എന്നത് നമുക്ക് മനസ്സിലായി. അതുപോലെ വായ്പ നൽകുമ്പോൾ അവയ്ക്ക് പലിശ ചുമത്തുന്നു എന്ന് നമുക്ക് മനസ്സിലായി. വായ്പയ്ക്ക് ചുമത്തുന്ന പലിശ നിരക്ക് നിക്ഷേപത്തിന് നൽകുന്ന പലിശ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും. വായ്പയ്ക്ക് ചുമത്തുന്ന പലിശ നിരക്ക് എന്ന് പറയുന്നത് നിക്ഷേപത്തിന് നൽകുന്ന പലിശ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഈ പലിശകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ബാങ്കിൻ്റെ പ്രധാന വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ പ്രധാന വരുമാനം എന്താണ്? ഈ പലിശകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. വായ്പകൾ കൊടുക്കുമ്പോൾ ഉള്ള പലിശ നിരക്കും അതുപോലെ നിക്ഷേപത്തിന് നൽകുന്ന പലിശ നിരക്കും തമ്മിലുള്ള വ്യത്യാസം. നിക്ഷേപങ്ങൾ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പലിശ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും ബാങ്കിൽ നിന്ന് വായ്പ എടുത്താലുള്ള പലിശ നിരക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ബാങ്കുകളുടെ വളർച്ച ഇന്ത്യയിലെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. 1770 ആരംഭിച്ച ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക്. ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ്. അത് സ്ഥാപിക്കുന്നത് 1770 അന്നു മുതൽ ഇന്ന് വരെയുള്ള ബാങ്കിങ് മേഖലയുടെ വളർച്ചയെ നമുക്ക് 3 ഘട്ടങ്ങളായിട്ട് വിഭജിക്കാം. അപ്പോൾ ഈ 3 ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഇനി നോക്കുന്നത്. 1770 മുതൽ 1969 ബാങ്ക് ദേശസാൽക്കരണം വരെയുള്ള കാലഘട്ടമാണ് ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യ ഘട്ടം ഏത് വർഷങ്ങൾക്കിടയിലാണ്? 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ സ്ഥാപിക്കുന്നത് മുതൽ 1969 ബാങ്ക് ദേശസാൽക്കരണം വരെ ഈ ഒരു കാലഘട്ടമാണ് ആദ്യ ഘട്ടം. ഈ ഘട്ടത്തിൽ ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ പ്രസിഡൻസി ബാങ്കുകൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ഒരു കാലഘട്ടത്തിലാണ് ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ് ഏതൊക്കെയാണ്? ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ അതുപോലെ ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ പ്രസിഡൻസി ബാങ്കുകൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ഈ ഘട്ടത്തിൽ ബാങ്കുകളുടെ പ്രവർത്തനവും വളർച്ചയും സാവധാനമായിരുന്നു. ഇനി 69 മുതൽ 90 വരെയുള്ള രണ്ടാം ഘട്ടത്തിൽ ബാങ്കുകളുടെ പ്രവർത്തനം വേഗത്തിലായി. സാമൂഹിക പുരോഗതി കൂടി ലക്ഷ്യമാക്കി ബാങ്കുകൾ പ്രവർത്തിക്കണമെന്ന കാഴ്ചപ്പാട് ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിലേക്ക് നയിച്ചു. അപ്പം എന്തിനാണ് ദേശസാൽക്കരിച്ചത്? ബാങ്കുകളെ ദേശസാൽക്കരിച്ചത് എന്തിനാണ്? സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയാണ്. അപ്പം അത് ലക്ഷ്യമാക്കി ബാങ്കുകൾ പ്രവർത്തിക്കണമെന്ന കാഴ്ചപ്പാടോടെയാണ് ബാങ്ക് ദേശസാൽക്കരണം കൊണ്ടുവരുന്നത്. 1969 എത്ര ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്? 14 ബാങ്കുകളാണ്. 1980 6 ബാങ്കുകളും ദേശസാൽക്കരിച്ചു. ദേശസാൽകൃത ബാങ്കായിട്ടുള്ള ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ 1993 പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. 1991 മുതലുള്ള മൂന്നാം ഘട്ടത്തിൽ ബാങ്കിംഗ് മേഖല അടിസ്ഥാന ധർമ്മങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം മറ്റനേകം സേവനങ്ങൾ നടപ്പിലാക്കി. അപ്പം മൂന്നാം ഘട്ടം ആരംഭിക്കുന്നത് 1991 അപ്പോഴാണ് ബാങ്കിംഗ് മേഖല അടിസ്ഥാന ധർമ്മങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം തന്നെ മറ്റ് അനേകം സേവനങ്ങൾ കൂടി നടപ്പിലാക്കാനായിട്ട് തുടങ്ങുന്നത്. വേഗം, സമയലാഭം, നടപടിക്രമങ്ങൾ എളുപ്പമാക്കൽ എന്നിവയ്ക്ക് സഹായകമാകുന്ന പല പരിഷ്കാരങ്ങളും ബാങ്കുകൾ വരുത്തി. എന്തൊക്കെയാണ്? ATM കൊണ്ടുവന്നു, അതുപോലെ ക്രെഡിറ്റ് കാർഡ്,
ഫോൺ ബാങ്കിംഗ്, നെറ്റ് ബാങ്കിംഗ്, കോർ ബാങ്കിംഗ് തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ മൂന്നാം ഘട്ട വികസനത്തിൻ്റെ ഫലമാണ്. അപ്പം മൂന്നാം ഘട്ട വികസനം എന്താണ്? 91 ആരംഭിച്ചു. അപ്പം ഇതിൻ്റെ ഫലമായിട്ടാണ് എന്തൊക്കെ? ATM, ക്രെഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിംഗ്, നെറ്റ് ബാങ്കിംഗ്, കോർ ബാങ്കിംഗ് ഒക്കെ വരുന്നത്. ഈ ഘട്ടത്തിൽ ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ നൂതന പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിൽ നടപ്പിലാക്കുകയുണ്ടായി. ഇത്തരം ബാങ്കുകൾ പുത്തൻ തലമുറ ബാങ്കുകൾ എന്നാണ് അറിയപ്പെടുന്നത്. സൈഡിൽ ഒരു കോളത്തിൽ ദേശസാൽകൃത ബാങ്കുകൾ ഏതൊക്കെയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ആദ്യം 14 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. പിന്നീട് 1980 6 ബാങ്കുകളെ കൂടി ദേശസാൽക്കരിച്ചു. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. 14 ബാങ്ക്, 6 ബാങ്ക്, അത് ഏതൊക്കെയാണ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് വെറുതെ വായിച്ച് നോക്കുക. കാരണം ഇപ്പോഴെന്താണ്, ഈ ഒരു ബാങ്കുകളല്ല, 12 ബാങ്കുകളേ ഉള്ളൂ ദേശസാൽകൃത ബാങ്കായിട്ടുള്ളത്. പല ബാങ്കുകളിലായിട്ട് ലയിപ്പിക്കുകയൊക്കെ ഉണ്ടായി. അപ്പം അതിൽ ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? SBIയിൽ 2017 ഏപ്രിൽ 1 ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ് എന്നാണ്. പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിച്ചുകൊണ്ട് ബാങ്കിങ് മേഖലയിൽ ധാരാളം മാറ്റങ്ങൾ ഇപ്പോൾ പ്രകടമാണ്. അതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായിട്ടുള്ള SBIയിൽ ലയിച്ച ബാങ്കുകൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല, ഭാരതീയ മഹിളാ ബാങ്ക് എന്നിവയാണ്. അപ്പം ഇത് SBIയിൽ ലയിക്കുന്നത് 2017 ഏപ്രിൽ 1 അപ്പോൾ എത്ര ബാങ്കാണ് ലയിച്ചത്? ട്രാവൻകൂർ, അതുപോലെ ഹൈദരാബാദ്, മൈസൂർ, പാട്യാല, ഭാരതീയ മഹിളാ ബാങ്ക്, അങ്ങനെ 5 ബാങ്കുകളാണ് SBIയിൽ 2017 ഏപ്രിൽ 1 ലയിക്കുന്നത്. ബാങ്കുകൾ അടിസ്ഥാനപരമായി ഒരേ ധർമ്മമാണ് നിർവഹിക്കുന്നതെങ്കിലും ചില പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ എന്നിങ്ങനെ തരംതിരിക്കുന്നു. നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇനി ആദ്യം നമ്മൾ നോക്കുന്നത് വാണിജ്യ ബാങ്കുകളെ കുറിച്ചാണ്. ബാങ്കിങ് മേഖലയിലെ പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായിട്ടുള്ള സംവിധാനമാണ് വാണിജ്യ ബാങ്കുകൾ. രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഈ ബാങ്കുകൾ ജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വാണിജ്യം, വ്യവസായം, കൃഷി തുടങ്ങിയവയ്ക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്ന ബാങ്കുകളാണ്. അപ്പോൾ വാണിജ്യ ബാങ്കിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം: പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത പൂർണ്ണമായും സർക്കാരിനാണ്. ഇവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ്. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത പൂർണ്ണമായിട്ടും സർക്കാരിനാണ്. അതുപോലെ ഇവിടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? പൊതുമേഖലാ ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ്. ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും അതിൻ്റെ അനുബന്ധ ബാങ്കുകളും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ്? ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്, അതുപോലെ അതിൻ്റെ അനുബന്ധ ബാങ്കുകൾ, പിന്നെ ദേശസാൽകൃത ബാങ്കുകൾ. അപ്പോൾ ദേശസാൽകൃത ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അതുപോലെ റീജിയണൽ റൂറൽ ബാങ്കുകൾ, ഇതൊക്കെ ചേർന്നതാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി റീജിയണൽ റൂറൽ ബാങ്കുകൾ എന്താണ്, RRBs എന്താണ് എന്ന് നോക്കാം. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനായിട്ട് 1975 സ്ഥാപിച്ച ബാങ്കുകളാണ് RRBs. ചെറുകിട കർഷകർ, കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്ക് വായ്പ നൽകി സഹായിക്കുന്നതാണ് ഇതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിച്ചത് എന്നാണ്? 1975. ഇതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ചെറുകിട കർഷകർ, അതുപോലെ കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർക്ക്, ഇവർക്കൊക്കെ വായ്പ നൽകി സഹായിക്കുക എന്നുള്ളതാണ്. ഇനി സ്വകാര്യ ബാങ്കുകളെ പറ്റി പറഞ്ഞു. സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകളുടെയും സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകളുടെയും ഉടമസ്ഥത സ്വകാര്യ വ്യക്തികൾക്കാണ്. ഇവ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകളാണ് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇനി വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. ഒന്നാമത്തെ ഫങ്ഷൻ എന്താണ്? നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നതാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ധർമ്മം.
നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ബാങ്ക് പലിശ നൽകുന്നു. അപ്പം എന്തൊക്കെ നിക്ഷേപങ്ങളാണ് ഉള്ളത്? 4 തരത്തിലുള്ള നിക്ഷേപങ്ങളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണ് എന്നാണ് ഇനി നോക്കുന്നത്. സമ്പാദ്യ നിക്ഷേപം, അതുപോലെ പ്രചലിത നിക്ഷേപം, സ്ഥിര നിക്ഷേപം, ആവർത്തിത നിക്ഷേപം. അങ്ങനെ 4 ടൈപ്പ് നിക്ഷേപങ്ങളാണുള്ളത്. സമ്പാദ്യ നിക്ഷേപം അല്ലെങ്കിൽ സേവിങ്സ് ഡിപ്പോസിറ്റ്, പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറണ്ട് ഡിപ്പോസിറ്റ്, സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ്, അതുപോലെ ആവർത്തിത നിക്ഷേപം അല്ലെങ്കിൽ റെക്കറിംഗ് ഡിപ്പോസിറ്റ്. ആദ്യം സമ്പാദ്യ നിക്ഷേപം അല്ലെങ്കിൽ സേവിങ്സ് ഡിപ്പോസിറ്റ് എന്താണെന്ന് നോക്കാം. പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് ഇത്. പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് സേവിങ്സ് ഡിപ്പോസിറ്റ്. ഈ നിക്ഷേപത്തിന് ബാങ്കുകൾ കുറഞ്ഞ പലിശയാണ് നൽകുക. അപ്പം ഈ ഒരു നിക്ഷേപത്തിന് ബാങ്കുകൾ കുറഞ്ഞ പലിശയാണ് നൽകുക. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിക്ഷേപകന് ഈ നിക്ഷേപത്തിൽ നിന്നും പണം പിൻവലിക്കാനായിട്ട് അവസരമുണ്ട്. ഒരു കാലയളവിൽ എത്ര പ്രാവശ്യം പണം പിൻവലിക്കാൻ കഴിയുമെന്നും എത്ര രൂപ പിൻവലിക്കാൻ കഴിയുമെന്നുമുള്ള കാര്യത്തിൽ പല ബാങ്കുകളും പല രീതി സ്വീകരിച്ച് കാണാറുണ്ട്. നിക്ഷേപകന് ബാങ്ക് നൽകുന്ന പാസ്ബുക്കിൽ നിക്ഷേപ തുകയുടെയും അതുപോലെ പിൻവലിച്ച തുകയുടെയും വിശദാംശങ്ങൾ ഉണ്ട്. അടുത്തത് കറണ്ട് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ പ്രചലിത നിക്ഷേപം എന്താണെന്നുള്ളതാണ്. ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന നിക്ഷേപമാണ് കറണ്ട് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ പ്രചലിത നിക്ഷേപം എന്ന് പറയുന്നത്. വ്യവസായികളും വ്യാപാരികളുമാണ് ഇത്തരം നിക്ഷേപങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇത്തരം നിക്ഷേപങ്ങൾക്ക് പലിശ ലഭിക്കുകയില്ല. അപ്പോൾ പലിശ ലഭിക്കാത്ത നിക്ഷേപമാണെന്ത്? പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറണ്ട് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. സേവിങ്സ് ഡിപ്പോസിറ്റിനാണെങ്കിൽ കുറച്ച് പലിശ മാത്രം ലഭിക്കും. ഇനി സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്താണെന്ന് നോക്കാം. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ യോജിച്ചതാണ് സ്ഥിര നിക്ഷേപങ്ങൾ. ഒരു നിശ്ചിത കാലയളവുണ്ട്. അപ്പം ഈ ഒരു കാലയളവിലേക്കാണ് പണം നിക്ഷേപിക്കുക. നിക്ഷേപത്തിൻ്റെ കാലാവധി അടിസ്ഥാനമാക്കിയാണ് പലിശ നിരക്ക് നിശ്ചയിക്കുക. അപ്പം എത്ര കാലാവധിയിലാണോ നിക്ഷേപിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പലിശ നിരക്ക് നിശ്ചയിക്കുന്നത്. നിശ്ചിത കാലാവധി പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് പണം പിൻവലിക്കുന്നതെങ്കിൽ നിശ്ചയിച്ച നിരക്കിൽ പലിശ ലഭിക്കും. എന്നാൽ നിശ്ചിത കാലാവധിക്ക് മുൻപ് പണം പിൻവലിച്ചു കഴിഞ്ഞാൽ പലിശ നിരക്ക് കുറയുകയും ചെയ്യും. ഇനി നോക്കുന്നത് ആവർത്തിത നിക്ഷേപം അല്ലെങ്കിൽ റെക്കറിംഗ് ഡിപ്പോസിറ്റ് ആണ്. ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതിനെയാണ് ആവർത്തിത നിക്ഷേപം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിശ്ചിത തുക എന്താണ്? ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുക, കുറച്ചായിട്ട് നിക്ഷേപിക്കുന്നതിനെയാണെന്ത്? ആവർത്തിത നിക്ഷേപം എന്ന് പറയുന്നത്. സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ കൂടിയ പലിശ നിരക്ക് ഈ നിക്ഷേപത്തിന് ലഭിക്കും. അപ്പം സമ്പാദ്യ നിക്ഷേപത്തിനേക്കാളും കൂടിയ പലിശ നിരക്ക് കിട്ടുന്നതാണെന്ത്? ഈ ആവർത്തിത നിക്ഷേപം എന്ന് പറയുന്നത്. എന്നാൽ സ്ഥിര നിക്ഷേപത്തേക്കാൾ പലിശ നിരക്ക് കുറവുമായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ പലിശ കിട്ടുന്നത് ഏതിനാണ്? ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപത്തിനായിരിക്കും. അപ്പോൾ പലിശ നിരക്ക് ഇല്ലാത്തത് ഏതിനാണ്? പ്രചലിത നിക്ഷേപത്തിനാണ്. ഏറ്റവും കുറവ് പലിശ നിരക്കുള്ളത് ഏതിനാണ്? ആദ്യം പറഞ്ഞത് ഏതാണ്? സമ്പാദ്യ നിക്ഷേപത്തിന് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് വായ്പകൾ നൽകൽ. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപമായിട്ട് സ്വീകരിക്കുന്ന തുകയാണ് പൊതുവെ ബാങ്ക് വായ്പയായിട്ട് നൽകുക. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ പലതരം വായ്പകൾ നൽകുന്നു. നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പലിശ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും വായ്പകളുടെ പലിശ നിരക്ക്. വായ്പാ കാലാവധി, വായ്പയുടെ ആവശ്യം തുടങ്ങിയവ അനുസരിച്ച് വായ്പയുടെ പലിശ നിരക്കിൽ വ്യത്യാസം വരും. അപ്പോൾ വായ്പ എടുക്കുമ്പോൾ വായ്പയുടെ കാലാവധി, അതുപോലെ വായ്പയുടെ ആവശ്യം തുടങ്ങിയവ അനുസരിച്ച് വായ്പയുടെ പലിശ നിരക്കിൽ വ്യത്യാസം വരും. സാധാരണയായിട്ട് വായ്പകൾ ഏതെങ്കിലും ഒരു ഈട് സ്വീകരിച്ചുകൊണ്ടാണ് നൽകുക. അപ്പം എന്തൊക്കെ ഈടുകളായിരിക്കാം? ഭൗതിക ആസ്തികൾ, സ്വർണം, വസ്തുവിൻ്റെ ആധാരം മുതലായവ, അതുപോലെ സ്ഥിര നിക്ഷേപ പത്രങ്ങൾ, ഫിക്സഡ് ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെച്ചിട്ട് അതാണ് ഈടുകളായിട്ട് സ്വീകരിക്കുക. ശമ്പള പത്രം സ്വീകരിച്ചും ബാങ്കുകൾ വായ്പ നൽകാറുണ്ട്. ഇത്തരം ഈടുകൾ സ്വീകരിച്ച് ബാങ്കുകൾ വ്യക്തികൾക്ക് സ്ഥാപനങ്ങൾക്ക് നൽകുന്ന വായ്പയാണ് പണവായ്പ, ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. പണവായ്പ എന്ന് പറയുന്നത് എന്താണ്? ഈടുകൾ സ്വീകരിച്ചിട്ട് ബാങ്കുകൾ വ്യക്തികൾക്കും അതുപോലെ സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പയാണ് പണവായ്പ എന്ന് പറയുന്നത്. അപ്പം ബാങ്കുകൾ ഏതൊക്കെ ആവശ്യങ്ങൾക്കായിരിക്കും ജനങ്ങൾക്ക് പണവായ്പ നൽകുക?
കൃഷി ആവശ്യങ്ങൾക്ക് നൽകും. അതുപോലെ വ്യവസായ ആവശ്യങ്ങൾക്ക്, വീട് നിർമ്മിക്കാൻ, വാഹനങ്ങൾ വാങ്ങാൻ, വീട്ടുപകരണങ്ങൾ വാങ്ങാനൊക്കെ കൊടുക്കും. വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് നൽകുന്ന മറ്റൊരു തരം വായ്പയാണ് ഓവർ ഡ്രാഫ്റ്റ്. അപ്പം ക്യാഷ് ക്രെഡിറ്റ് ഏത് തരം വായ്പയാണ് എന്ന് പറഞ്ഞ് ഈട് വെച്ചിട്ട് ഉള്ള വായ്പയാണ് ക്യാഷ് ക്രെഡിറ്റ്. ഇനി വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് നൽകുന്ന മറ്റൊരു തരം വായ്പയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള അവസരമാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ബാങ്കുമായി തുടർച്ചയായിട്ട് ഇടപാടുകൾ നടത്തുന്ന വ്യക്തികൾക്കാണ് ബാങ്ക് ഈ സൗകര്യം നൽകുക, ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം നൽകുക. സാധാരണയായിട്ട് പ്രചലിത നിക്ഷേപമുള്ളവർക്കാണ് ഈ ഒരു അവസരം നൽകുന്നത്. ഓവർ ഡ്രാഫ്റ്റിന് ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ ആകെയുള്ള പണം 10,000 രൂപ എന്നും ആ വ്യക്തിക്ക് 12,000 രൂപ ആവശ്യമായിട്ട് വരുന്നുവെന്നും കരുതുക. അങ്ങനെയാണെങ്കിൽ ബാങ്ക് 12,000 രൂപ നൽകും. അധികമായിട്ട് നൽകിയ 2,000 രൂപയാണ് ഓവർ ഡ്രാഫ്റ്റ്. അധിക തുകയ്ക്ക് ബാങ്ക് പലിശ ഈടാക്കും. ഈ 2,000 രൂപ ഓവർ ഡ്രാഫ്റ്റായിട്ട് നൽകിയ ഈ തുകയ്ക്ക് ബാങ്ക് പലിശ ഈടാക്കും. ഇനി ബാങ്കുകളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ അതൊക്കെ പട്ടികയിൽ ആക്കി പട്ടികയിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബാങ്കിൻ്റെ അടിസ്ഥാന ധർമ്മങ്ങൾ നിക്ഷേപം സ്വീകരിക്കലും വായ്പ നൽകലുമാണ്. വിവിധ തരം നിക്ഷേപങ്ങൾ നമ്മൾ പഠിച്ചു. പ്രചലിത നിക്ഷേപം, ഫിക്സഡ് ഡിപ്പോസിറ്റ്, അങ്ങനെ 4 തരത്തിലുള്ളത്. പിന്നെ അതിൻ്റെ സവിശേഷതകൾ പഠിച്ചു. അതുപോലെ വായ്പ നൽകുകൾ 2 തരത്തിലുള്ള വായ്പ നൽകൽ നമ്മൾ പഠിച്ചു, ക്യാഷ് ക്രെഡിറ്റും ഓവർ ഡ്രാഫ്റ്റും. അപ്പോൾ അതിൻ്റെ സവിശേഷതകളും എഴുതി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബാങ്കുകൾ നൽകുന്ന മറ്റ് സൗകര്യങ്ങളും സേവനങ്ങളുമാണ് ഇനി നോക്കുന്നത്. ബാങ്കുകൾ അടിസ്ഥാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിനോടൊപ്പം മറ്റ് ചില സൗകര്യങ്ങളും സേവനങ്ങളും പൊതുജനങ്ങൾക്ക് നൽകുന്നുണ്ട്. വാണിജ്യ ബാങ്കുകൾ പൊതുജനങ്ങൾക്ക് നൽകുന്ന ചില സേവനങ്ങളും സൗകര്യങ്ങളുമാണ് ഇനി പറയുന്നത്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ, സ്വർണം, അതുപോലെ സ്ഥലത്തിൻ്റെ ആധാരം മുതലായവ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നതിനുള്ള ലോക്കർ സൗകര്യം മിക്ക ബാങ്കുകളും നൽകുന്നുണ്ട്. സാധനങ്ങൾ സുരക്ഷിതമായിട്ട് വെച്ചിട്ടുള്ള ലോക്കറിൻ്റെ ഒരു താക്കോൽ ഉടമസ്ഥനും ഒന്ന് ബാങ്കിലും സൂക്ഷിക്കും. 2 പേരും കൂടി ചേർന്നാൽ മാത്രമേ ലോക്കർ തുറക്കാനാവുകയുള്ളൂ. ഈ സൗകര്യം അനുവദിക്കുന്നതിന് ഇടപാടുകാരിൽ നിന്ന് ഒരു നിശ്ചിത തുക സർവീസ് ചാർജായിട്ട് ഈടാക്കുകയും ചെയ്യും. പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യമാണ് ഇനി ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് അക്കൗണ്ട് വേണമെന്നില്ല. അപ്പം ബാങ്കുകൾ ഒരുക്കുന്ന മറ്റൊരു സേവനമാണ് അല്ലെങ്കിൽ ഒരു സൗകര്യമാണ് പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാനായിട്ട് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സൗകര്യം. അപ്പോൾ ഇതിന് അക്കൗണ്ട് വേണമെന്ന് ഇല്ല. ബാങ്ക് നൽകുന്ന ഈ സേവനത്തിനായി ബാങ്കിൽ നൽകേണ്ട അപേക്ഷാ ഫോം, ബാങ്ക് നൽകുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ മാതൃക, ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കുന്നതിന് ബാങ്ക് അവസരം നൽകുന്നുണ്ട്. ഈ ഒരു സേവനത്തെ മെയിൽ ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെട്ടിട്ടുള്ള മറ്റൊരു സംവിധാനമാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പം മെയിൽ ട്രാൻസ്ഫർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കുന്നതിന് ബാങ്ക് അവസരം നൽകുന്നു. ഈ ഒരു സേവനമാണ് മെയിൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. മെയിൽ ട്രാൻസ്ഫറിനേക്കാളും വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ സാധിക്കുന്നതാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ബാങ്കിൽ പോകാതെ ഏത് സമയത്തും പണം പിൻവലിക്കാനായിട്ടുള്ള സംവിധാനമാണ് ATM, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ വഴി ലഭ്യമാക്കുന്നത്. അപ്പം ATM വഴി നമുക്ക് ബാങ്കിൽ പോകാതെ തന്നെ ഏത് സമയത്തും പണം പിൻവലിക്കാം. ഇന്ന് മിക്ക ബാങ്കുകൾക്കും ഈ ഒരു സൗകര്യമുണ്ട്. ഇപ്പോൾ ചില ബാങ്കുകളുടെ ATM വഴി പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും അവസരമുണ്ട്. പണം പിൻവലിക്കാൻ മാത്രമല്ല നിക്ഷേപിക്കാനുമുള്ള അവസരമുണ്ട്. ഇതിനായിട്ട് ബാങ്ക് നൽകുന്നത് ATM ഡെബിറ്റ് കാർഡ് ആണ്. ഇനി ATM കാർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? കൗണ്ടറിൽ മറ്റാരും ഇല്ലെന്ന് ഉറപ്പാക്കുക. അതുപോലെ ATM പിൻ നമ്പർ മറ്റൊരാൾക്കും നൽകാതിരിക്കുക. പണം പിൻവലിച്ചതിന് ശേഷം രസീത് സ്വീകരിച്ച് ബാക്കി പണം ഉറപ്പാക്കുക. അതുപോലെ ഈ രസീത് അലക്ഷ്യമായിട്ട് വലിച്ച് എറിയാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പണം കയ്യിൽ സൂക്ഷിക്കാതെ സാധനങ്ങൾ വാങ്ങാൻ സഹായിക്കുന്ന ക്രെഡിറ്റ് കാർഡ് സംവിധാനം ബാങ്ക് ഒരുക്കുന്നുണ്ട്. അപ്പം ATM ഡെബിറ്റ് കാർഡ് മാത്രമല്ല,
പിന്നെ എന്താണ്, പണം കയ്യിൽ സൂക്ഷിക്കാതെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി സഹായിക്കുന്നതാണ് ക്രെഡിറ്റ് കാർഡ് സംവിധാനം. ക്രെഡിറ്റ് കാർഡ് എന്നത് ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. അക്കൗണ്ടിൽ പണം ഇല്ലാതെയും ഇതുപയോഗിച്ച് നമുക്ക് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനായിട്ട് കഴിയും. നിശ്ചിത ദിവസത്തിനുള്ളിൽ പണം ബാങ്കിൽ നിക്ഷേപിച്ചാൽ മതിയാകും. ഇതിന് ബാങ്ക് അക്കൗണ്ട് അനിവാര്യമാണ്. അപ്പോൾ ഇതിന് ബാങ്ക് അക്കൗണ്ട് വേണം. ഇനി നിക്ഷേപകരുടെ ഇൻഷുറൻസ് പ്രീമിയം, ടെലിഫോൺ ചാർജ്, വൈദ്യുതി ചാർജ് മുതലായവ അടയ്ക്കുന്നതിനും മൊബൈൽ റീചാർജ് ചെയ്യുന്നതിനും യാത്രാ ടിക്കറ്റുകൾ എടുക്കുന്നതിനുമുള്ള സേവനങ്ങൾ ബാങ്കുകൾ നൽകുന്നുണ്ട്. ആദ്യകാലത്ത് ട്രഷറികളിൽ കൂടി മാത്രം നടന്നിരുന്ന ഈ ചില സർക്കാർ പണമിടപാടുകൾ ഇപ്പോൾ ബാങ്കുകളിലൂടെ നടന്നു വരുന്നുണ്ട്. സർവീസിൽ നിന്ന് വിരമിച്ച വ്യക്തികൾക്ക് അവരുടെ പെൻഷൻ തുക ബാങ്ക് വഴി നൽകുന്നുണ്ട്. ഇത്തരം സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകുമ്പോൾ ബാങ്കുകൾ ഒരു നിശ്ചിത തുക സർവീസ് ചാർജായിട്ടോ കമ്മീഷനായിട്ടോ ഒക്കെ ഈടാക്കുകയും ചെയ്യും. ഇനി സാങ്കേതിക മികവോടെ സേവനം നൽകുന്ന ബാങ്കുകളുടെ നൂതന സവിശേഷതകളാണ് നോക്കുന്നത്. ആദ്യം നോക്കുന്നത് ബാങ്കിങ്, ഇലക്ട്രോണിക് ബാങ്കിങ് ആണ്. ബാങ്കുകൾ കമ്പ്യൂട്ടർവൽക്കരിക്കുകയും ATM സൗകര്യം ലഭ്യമാക്കുകയും വഴി ബാങ്കിങ് സേവനം ഏത് ബാങ്ക് വഴിയും ലഭിക്കുന്നത് എളുപ്പമായി. നെറ്റ് ബാങ്കിങ്ങിലൂടെയും അതുപോലെ ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയെയാണ് ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പം ബാങ്കുകൾ കമ്പ്യൂട്ടർവൽക്കരിച്ചു, അതുപോലെ ATM സൗകര്യങ്ങൾ ലഭ്യമാക്കി. ഇതുവഴി ബാങ്കിങ് സേവനം ഏത് ബാങ്ക് വഴിയും ലഭിക്കുന്നത് എളുപ്പമായി. നെറ്റ് ബാങ്കിങ്ങിലൂടെ അതുപോലെ ടെലി ബാങ്കിങ്ങിലൂടെയും ഒക്കെ എല്ലാവിധ ഇടപാടുകളും നടത്താൻ വേണ്ടി കഴിയുന്ന രീതിയെയാണ് ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് വിളിക്കുന്നത്. എല്ലാ സമയത്തും ബാങ്കിങ്, എല്ലായിടത്തും ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, മൊബൈൽ ഫോണിലൂടെയുള്ള ബാങ്കിങ് എന്നിവ ഇലക്ട്രോണിക് ബാങ്കിങ്ങിൻ്റെ ഭാഗമാണ്. ബാങ്കിങ് ഉപകരണങ്ങളുടെയോ ഉദ്യോഗസ്ഥരുടെയോ സഹായം ഇതിന് ആവശ്യമില്ല. അപ്പോൾ ബാങ്കിങ് ഉപകരണങ്ങളുടെ അതുപോലെ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ സഹായമൊന്നും ഇതിന് ആവശ്യമില്ല. ബാങ്ക് അക്കൗണ്ടും നെറ്റ് ബാങ്കിങ് സൗകര്യവും മാത്രം മതിയാകും. ഇത് എന്തിനൊക്കെയാണ് സഹായകമാകുക? വീട്ടിൽ നിന്ന് തന്നെ ലോകത്തെവിടെയും പണം അയക്കാനും ബില്ലുകൾ അടയ്ക്കാനും നമുക്ക് കഴിയും. കുറഞ്ഞ സമയം മതിയാവും. ഇതിനുള്ള സർവീസ് ചാർജ് കുറവാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകളെന്ന് പറയുന്നത്. ഇനി കോർ ബാങ്കിങ്. കോർ ബാങ്കിങ് എന്ന് വെച്ചാൽ എന്താണ്? സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ് എന്നാണ് കോറിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിൻ്റെ കീഴിൽ കൊണ്ടുവന്ന ബാങ്കിങ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാകുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള സൗകര്യത്തെയാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. എന്താണ്? സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ് ആണ്. എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിങ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാക്കുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള സൗകര്യത്തെയാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇതുവഴി ATM, ഡെബിറ്റ് കാർഡ്, അതുപോലെ ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ടെലി ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ് എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ വന്നു. ഇതോടെ ബാങ്കിങ് ഇടപാടുകൾ ലളിതമായി. ഈ സൗകര്യം ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് ഉള്ള വ്യക്തിക്ക് മറ്റ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം മറ്റൊരു സ്ഥലത്തുള്ള തൻ്റെ സുഹൃത്തിൻ്റെ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് അയക്കാനായിട്ട് കഴിയും. ഇനി സഹകരണ ബാങ്കുകളെ പറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ്? വാണിജ്യ ബാങ്കുകളെ പറ്റിയാണ്. ഇനി സഹകരണ ബാങ്കുകളുടെ സവിശേഷതകളൊക്കെയാണ്, ധർമ്മങ്ങളൊക്കെയാണ് നോക്കുന്നത്. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്നത് സഹകരണം, സ്വയം സഹായം, അതുപോലെ പരസ്പര സഹായം എന്നുള്ളതാണ്. സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് സഹകരണ ബാങ്കിൻ്റെ ലക്ഷ്യം. സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് സഹകരണ ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യം. കൃഷിക്കാർ, കൈത്തൊഴിലുകാർ, ചെറുകിട വ്യവസായികൾ തുടങ്ങിയവരാണ് സഹകരണ ബാങ്കിൽ നിന്ന് കൂടുതൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇനി സഹകരണ ബാങ്കിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? പ്രധാന ഉദ്ദേശങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ജനങ്ങൾക്ക് വായ്പ നൽകുക, സ്വകാര്യ പണമിടപാട് നടത്തുന്ന വ്യക്തികളിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുക, കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക എന്നൊക്കെയാണ് സഹകരണ ബാങ്കുകളുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി സഹകരണ ബാങ്കുകളുടെ വിവിധ തലങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്.
എന്തൊക്കെയാണ്? പ്രാഥമിക സഹകരണ ബാങ്കുകൾ, ജില്ലാ സഹകരണ ബാങ്കുകൾ, സംസ്ഥാന സഹകരണ ബാങ്ക്. പ്രാഥമിക സഹകരണ ബാങ്ക് എന്താണ്? ഗ്രാമങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. പ്രവർത്തന പ്രദേശത്തിൻ്റെ പരിധിക്കുറവ്, ഗ്രാമീണരുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നു, ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്നു. ഇനി ജില്ലാ സഹകരണ ബാങ്കുകൾ എന്താണ്? ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. അതെന്താണ്? പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായ ഉപദേശവും നൽകുന്നു. ഇനി എന്താണ്? സംസ്ഥാന സഹകരണ ബാങ്ക്. സംസ്ഥാനത്തെ സഹകരണ രംഗത്തെ ഉയർന്ന ഘടകമാണ് സംസ്ഥാന സഹകരണ ബാങ്ക്. ജില്ലാ സഹകരണ ബാങ്കുകളും പ്രാഥമിക സഹകരണ ബാങ്കിനും സാമ്പത്തിക സഹായം നൽകുന്നു. ഇനി ഈ സഹകരണ ബാങ്ക് അതിൻ്റെ അടിസ്ഥാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിനോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലയിലും അതുപോലെ നഗരങ്ങളിലും ഗ്രാമീണ മേഖലയിലും അതുപോലെ നഗരങ്ങളിലും വസിക്കുന്ന വ്യക്തികൾക്ക് പലതരത്തിലുള്ള വായ്പകളും അനുവദിക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ നോക്കിയത് വാണിജ്യ ബാങ്കിൻ്റെ സവിശേഷതകൾ, അതുപോലെ ധർമ്മങ്ങൾ നോക്കി, അതുപോലെ സഹകരണ ബാങ്കിൻ്റെ നോക്കി. ഇനി നോക്കുന്നത് വികസന ബാങ്കിൻ്റെ ധർമ്മങ്ങൾ അതുപോലെ സവിശേഷതകളാണ്. വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്തരം ബാങ്കുകൾ ദീർഘകാല വായ്പകൾ നൽകി സഹായിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം ഒക്കെയാണ്. ഇതിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വായ്പകൾ നൽകുന്നു. ഇപ്പോൾ കാർഷിക രംഗത്ത്, വാണിജ്യ രംഗത്ത് ഒക്കെ ഈ ബാങ്കുകൾ വായ്പകൾ നൽകുന്നുണ്ട്. കാർഷിക രംഗത്ത്, വാണിജ്യ രംഗത്ത്, വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണത്തിന്, നവീകരണത്തിനൊക്കെ വേണ്ടി എന്താണ് ഇത് വായ്പകൾ നൽകുന്നുണ്ട്. വികസന ബാങ്കുകളുടെ ചില പ്രധാന സവിശേഷതകളാണ് ഇനി നോക്കുന്നത്. വിവിധ മേഖലകളുടെ വികസനത്തിന് സഹായിക്കുന്ന ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. കൃഷി, വ്യവസായം, വാണിജ്യം ഇതിൻ്റെയൊക്കെ വികസനത്തിന് സഹായിക്കുന്ന ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ വീട് നിർമ്മാണം, ചെറുകിട വ്യവസായം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് വായ്പ നൽകുന്നു. ഇന്ത്യയിലെ വികസന ബാങ്കുകൾക്ക് ഉദാഹരണമാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അപ്പം ഒരു വികസന ബാങ്കിന് ഉദാഹരണം എഴുതാൻ പറഞ്ഞാൽ എന്താണ്? ഉദാഹരണം ഏതാണ്? ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IFCI ആണ്. ഇനി നമ്മൾ നാലാമത്തെ ടൈപ്പായിട്ടുള്ള സവിശേഷ ബാങ്കുകളെ പറ്റി, സ്പെഷ്യലൈസ്ഡ് ബാങ്കിനെ പറ്റിയാണ് നോക്കുന്നത്. ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിന് മാത്രമായിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളാണ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ്. ഒരു സംരംഭം തുടങ്ങുന്നതിനുള്ള എല്ലാ സഹായവും ഇത്തരം ബാങ്കുകൾ ചെയ്തു വരുന്നു. അപ്പം നമുക്ക് ചില സവിശേഷ ബാങ്കുകളും അവയുടെ സവിശേഷതകളും നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റിയാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റിയാണ്. ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്നു. ഈ മേഖലകളിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. അപ്പം എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സവിശേഷത എന്തൊക്കെയാണ്? ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിന് ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്നു. ഇനി ഈ മേഖലകളിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് സിഡ്ബിയെ പറ്റിയാണ്. ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക്. എന്തൊക്കെയാണ് സവിശേഷതകൾ? പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്നു. ചെറുകിട വ്യവസായം തുടങ്ങാൻ, വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാൻ ഉള്ള സഹായം നൽകുന്നു. ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുകയാണ് ലക്ഷ്യം. ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുന്നതിന് വേണ്ടിയുള്ള സവിശേഷ ബാങ്ക് ഏതാണ്? സിഡ്ബിയാണ്. ഇനി നബാർഡിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ്. ഗ്രാമീണ വികസനത്തിന് അതുപോലെ കാർഷിക വികസനത്തിന് ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ്. ഗ്രാമീണ വികസനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്കാണ് ഇത്. കൃഷി, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. പ്രത്യേക ലക്ഷ്യത്തോടെ ബാങ്കിങ് രംഗത്തേക്ക് പുതുതായിട്ട് ചില ബാങ്കുകൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് വന്ന ബാങ്കുകൾ ഏതൊക്കെയാണ്? അതിൽ പ്രധാനപ്പെട്ട ബാങ്കുകളാണ് മഹിളാ ബാങ്കുകൾ, പേയ്മെൻറ്റ് ബാങ്കുകൾ, മുദ്രാ ബാങ്കൊക്കെ. ഇതൊക്കെ പ്രത്യേക ലക്ഷ്യത്തോടെ കടന്നു വന്നിട്ടുള്ളതാണ്. മുദ്രയുടെ ഫുൾ ഫോം എന്താണ്? മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ബാങ്ക് എന്നുള്ളതാണ്. 2013 നവംബറിൽ ആരംഭിച്ച ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഭാരതീയ മഹിളാ ബാങ്ക് ആരംഭിച്ച വർഷം എന്നാണ്?
2013 നവംബറിലാണ്. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നതായിരുന്നു ഇതിൻ്റെ മുദ്രാവാക്യം. അതും ചോദിച്ചിട്ടുള്ളതാണ്. ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യം എന്താണ്? വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നുള്ളതാണ്. എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുമ്പോൾ ഈ ബാങ്ക് വായ്പ നൽകുന്നത് കൂടുതലും വനിതകൾക്കായിരുന്നു. എന്നാൽ ഭാരതീയ മഹിളാ ബാങ്ക് ഇപ്പോൾ എന്താണ്? SBIയിൽ ലയിക്കപ്പെട്ടു. 2017 ഏപ്രിൽ 1 ലയിച്ചു എന്ന് നമ്മൾ പഠിച്ചു. ഇനി കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായിട്ട് രൂപം കൊണ്ടവയാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ. കുറഞ്ഞ വരുമാനക്കാർ, അതുപോലെ ചെറുകിട വ്യവസായികൾ, കുടിയേറ്റ തൊഴിലാളികൾ, ഇവരെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ടവയാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ. ഇവ ബാങ്ക് നൽകുന്ന സേവനങ്ങൾ പൂർണ്ണമായിട്ടും നൽകുന്നില്ല. ഇവയുടെ സവിശേഷതകളാണ് ഇനി നോക്കുന്നത്. 1 ലക്ഷം രൂപ മാത്രമേ വ്യക്തിയിൽ നിന്ന് നിക്ഷേപമായിട്ട് സ്വീകരിക്കുകയുള്ളൂ. 1 ലക്ഷം രൂപ വരെ മാത്രമേ വ്യക്തിയിൽ നിന്ന് നിക്ഷേപമായിട്ട് സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ നിക്ഷേപങ്ങൾക്ക് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശ നൽകുന്നു. ഇവ വായ്പ നൽകുന്നില്ല. എന്താണ്? പേയ്മെൻറ്റ് ബാങ്കുകൾ വായ്പ നൽകുന്നില്ല. അതുപോലെ ബാങ്ക് ഇടപാടുകൾക്ക് നിശ്ചിത ഫീസ് കമ്മീഷനായിട്ട് ഈടാക്കുകയും ചെയ്യും. ഡെബിറ്റ് കാർഡ് നൽകും, ക്രെഡിറ്റ് കാർഡ് നൽകില്ല. പേയ്മെൻറ്റ് ബാങ്കുകൾ എന്താണ്? ഡെബിറ്റ് കാർഡ് മാത്രമേ നൽകത്തുള്ളൂ, ക്രെഡിറ്റ് കാർഡ് നൽകില്ല. എന്താണ്? ഇവർ വായ്പ നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ചെറുകിട വായ്പ നൽകുന്നതിനായി അടുത്ത കാലത്ത് അനുവദിച്ച മറ്റൊരു ബാങ്കാണ് മുദ്രാ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ കാര്യം പറഞ്ഞു. ഇനി പറയുന്നത് മുദ്രാ ബാങ്ക്. മുദ്രാ ബാങ്ക് എന്താണ്? ചെറുകിട വായ്പ നൽകുന്നതിനായിട്ട് അടുത്ത കാലത്ത് അനുവദിച്ച ബാങ്കാണ്. ചെറുകിട സംരംഭകർക്കും അതുപോലെ മൈക്രോ ഫിനാൻസിനും മുദ്രാ ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ആർക്കൊക്കെയാണ്? ചെറുകിട സംരംഭകർക്ക്, അതുപോലെ മൈക്രോ ഫിനാൻസിന്. ഇനി സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്ന ബാങ്കുകൾ നമ്മളിപ്പം പറഞ്ഞു. ഇവയ്ക്ക് പുറമെ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. ഈ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ പറ്റിയാണ് നോക്കുന്നത്. ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുകയും ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക എന്നീ അടിസ്ഥാന ധർമ്മങ്ങൾ ഇവ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ്? ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കൽ, അതുപോലെ മെയിൽ ട്രാൻസ്ഫർ, ലോക്കർ എന്നീ സേവനങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കത്തില്ല. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്ക് ഇതര സ്ഥാപനങ്ങളും അവയുടെ പ്രവർത്തനങ്ങളുമാണ് ഇനി നോക്കുന്നത്. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് ഇവ. 1936 കമ്പനി ആക്ട് പ്രകാരം 1936 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇവ ബാങ്കുകളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾ നൽകുന്ന പ്രധാന സേവനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ നോക്കുന്നത്. എന്തൊക്കെയാണ്? ഹയർ പർച്ചേസിന് വായ്പ നൽകുന്നു. അതുപോലെ വീട് നിർമ്മാണത്തിന്, സ്വർണ്ണ പണയത്തിന്മേൽ, സ്ഥിര നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെ വായ്പ നൽകുന്നുണ്ട്. ചിട്ടികൾ നടത്തുന്നു. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്ക് ഇതര ധനകാര്യ കമ്പനിയാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ്, അല്ലെങ്കിൽ KSFE എന്ന് പറയുന്നത്. KSFE കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്ക് ഇതര ധനകാര്യ കമ്പനിയാണ്. ഇനി നോക്കുന്നത് നമ്മൾ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളെ പറ്റിയാണ്. മ്യൂച്വൽ ഫണ്ട് എന്നത് ഒരു നിക്ഷേപ മാർഗമാണ്. സാധാരണക്കാർക്ക് നേരിട്ട് ഓഹരി കമ്പോളത്തിൽ പ്രവർത്തിക്കാൻ പലപ്പോഴും കഴിയാറില്ല. ഈ പരിമിതി മറികടക്കാൻ വേണ്ടി മ്യൂച്വൽ ഫണ്ട് സംവിധാനത്തിലൂടെ കഴിയും. നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച് ഓഹരി കമ്പോളത്തിലും അതുപോലെ കടപ്പത്രങ്ങൾ, അടിസ്ഥാന വികസന മേഖല എന്നിവയിലും നിക്ഷേപിക്കുന്നു. ഇതിലൂടെ ലഭിക്കുന്ന ലാഭം അഥവാ നഷ്ടം നിക്ഷേപകർക്ക് വീതിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. ലാഭമായാലും നഷ്ടമായാലും എന്താണ്? നിക്ഷേപകർക്ക് വീതിച്ച് നൽകും. സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ഇപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് ഇനി പറയുന്നത്. ഏതൊക്കെയാണ്? UTI യുണൈറ്റഡ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, അതുപോലെ LICMF ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട്, അതുപോലെ SBI മ്യൂച്വൽ ഫണ്ട്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ബാങ്ക് ഇതര സ്ഥാപനങ്ങളെ പറ്റിയാണ്. ഇപ്പോൾ പറഞ്ഞത് എന്താണ്? മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളെ പറ്റിയാണ്. ഇനി പറയാൻ പോകുന്നത് ഇൻഷുറൻസ് കമ്പനികളെ പറ്റിയാണ്. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്.
ഇന്ത്യയിൽ വ്യക്തിയുടെ ജീവനും ആരോഗ്യവും സംരക്ഷിക്കുന്നതിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രധാന സ്ഥാപനമാണ് LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപകടം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവ മൂലം വ്യക്തികൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ജനറൽ ഇൻഷുറൻസ് കമ്പനിയും അതിൻ്റെ 4 അനുബന്ധ കമ്പനികളുമാണ് പൊതുമേഖലാ രംഗത്ത് പ്രവർത്തിക്കുന്ന നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ. അപ്പോൾ പൊതുമേഖലാ രംഗത്ത് പ്രവർത്തിക്കുന്ന നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾക്ക് ഉദാഹരണമാണ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയും അതിൻ്റെ 4 അനുബന്ധ കമ്പനികളും. ഇനി എന്തൊക്കെയാണ് ഇൻഷുർ ചെയ്യാവുന്നത് എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. അത് നമ്മൾ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. വ്യക്തിയുടെ ജീവൻ, സ്വത്തുക്കൾ, വാഹനങ്ങൾ, സ്ഥാപനങ്ങളിലെ വസ്തുവകകൾ, കാർഷിക വിളകൾ, കയറ്റുമതി ഉൽപ്പന്നങ്ങൾ, താൽക്കാലിക സംരംഭങ്ങൾ എന്ന് വെച്ചാൽ സർക്കസ്, വിപണന മേള, ഇതൊക്കെ എന്താണ് ഇൻഷുർ ചെയ്യാവുന്നവയാണ്. ഇനി നോക്കുന്നത് മൈക്രോ ഫിനാൻസിനെ പറ്റിയാണ്. സാധാരണക്കാർക്ക് ലഘു വായ്പയെ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള സാമ്പത്തിക സേവനങ്ങൾ നൽകുക എന്നതാണ് മൈക്രോ ഫിനാൻസിൻ്റെ ലക്ഷ്യം. മൈക്രോ ഫിനാൻസിൻ്റെ ലക്ഷ്യം സാധാരണക്കാർക്ക് ലഘു വായ്പ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള സാമ്പത്തിക സേവനങ്ങൾ നൽകുക എന്നതാണ്. സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാരിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും ഇത് സഹായിക്കും. കേരളത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ, പുരുഷ സ്വയം സഹായ സംഘങ്ങൾ, ഇതൊക്കെ മൈക്രോ ഫിനാൻസിന് ഉദാഹരണങ്ങളാണ്. കുടുംബശ്രീ, പുരുഷ സ്വയം സഹായ സംഘങ്ങളൊക്കെ മൈക്രോ ഫിനാൻസിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് നോക്കാം. പ്രധാന ലക്ഷ്യങ്ങൾ: വ്യക്തികളിൽ നിന്നും പണം സമാഹരിച്ചിട്ട് കൂട്ടായ സാമ്പത്തിക വികസനത്തിന് സഹായിക്കുന്നു. പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്നു. സമ്പാദ്യശീലം വളർത്തുന്നു. വ്യക്തിഗത കഴിവുകൾ ഗ്രൂപ്പ് വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്നു. അംഗങ്ങൾക്ക് ആവശ്യ സമയത്ത് വായ്പ നൽകുന്നു. ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നു. ഒരു പ്രദേശത്തെ സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ ഒത്തുചേർന്ന ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഇത് സാധാരണയായിട്ട് 20 അംഗങ്ങളിൽ കൂടാറില്ല. മൈക്രോ ഫിനാൻസ് എന്താണ് എന്നാണ് പറയുന്നത്. അപ്പം ഒരു പ്രദേശത്തെ സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങളായിട്ട് രൂപീകരിക്കുന്നു. ഇതെന്താണ് 20 അംഗങ്ങളിൽ കൂടാറില്ല. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു. ഇങ്ങനെ അംഗങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന തുകയും കുറഞ്ഞ നിരക്കിൽ ബാങ്കുകൾ നൽകുന്ന വായ്പകളുമാണ് ഇവയുടെ പ്രവർത്തന മൂലധനം എന്ന് പറയുന്നത്. ഈ തുക ആവശ്യമുള്ള അംഗങ്ങൾക്ക് വായ്പയായിട്ട് നൽകുന്നു. ഈ മൂലധനം ഉപയോഗിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ധാരാളം ചെറുകിട യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പ്രാദേശിക ഇടപാടുകാരിൽ നിന്ന് പാവപ്പെട്ടവരെ രക്ഷിക്കാൻ സ്വയം സഹായ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ കഴിയുന്നു. കേരളത്തിൽ ഈ സംഘങ്ങൾ നടത്തുന്ന ചില യൂണിറ്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? അച്ചാർ പലഹാര യൂണിറ്റുകൾ, സോപ്പ്, വാഷിംഗ് പൗഡർ യൂണിറ്റുകൾ, അതുപോലെ ഹോട്ടൽ, DTP സെൻ്ററുകൾ ഒക്കെയുണ്ട്. എക്കണോമിക്സിൻ്റെ ക്ലാസ് ഏകദേശം പൂർത്തിയായി. ഇനി 10ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററും കൂടെ ഉള്ളൂ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.